Hi everyone, welcome to physics class. ഇന്ന് നമുക്ക് chapter 1 measurement and units start ചെയ്യാം. Today we are going to start chapter 1 measurement and units. Look at this picture. The engine of this car is manufactured in Japan and the other parts in India. ഈ കാറിന്റെ എഞ്ചിൻ എവിടെയാണ് നിർമ്മിച്ചിരിക്കുന്നത്? ജപ്പാനിൽ. മറ്റു പാർട്സ് ഇന്ത്യയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. How can we perfectly assemble the parts manufactured in different countries? അപ്പോൾ എഞ്ചിൻ ജപ്പാനിലാണ് നിർമ്മിച്ചിരിക്കുന്നത്, മറ്റു ഭാഗങ്ങൾ ഇന്ത്യയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ പല രാജ്യങ്ങളിൽ നിർമ്മിക്കുന്നവ എങ്ങനെയാണ് കൃത്യമായി അസംബിൾ ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയാണ് കൃത്യമായി നമുക്ക് യോജിപ്പിക്കാൻ പറ്റുന്നത്? How do these parts fit together perfectly? Have you noticed the child's question? ആ കുട്ടിയുടെ സംശയം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? What is your opinion? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? Write it. To solve such problems in our daily life, it is necessary to measure and state the characteristic properties of objects and phenomena. To solve such problems in our daily life. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിന് വേണ്ടി ഇറ്റ് ഈസ് നെസസറി ടു മെഷർ ആൻഡ് സ്റ്റേറ്റ് ദ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് ഒബ്ജക്ട്സ് ആൻഡ് ഫിനോമിന. അപ്പോൾ ഇതൊക്കെ സോൾവ് ചെയ്യാൻ നമുക്ക് ഒബ്ജക്ട്സിൻ്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ സ്വഭാവ സവിശേഷതകൾ ആൻഡ് ഫിനോമിന എന്ന് പറഞ്ഞാൽ പ്രതിഭാസങ്ങൾ, ഇതൊക്കെ നമുക്ക് മെഷർ ചെയ്യേണ്ടി വരും. സച്ച് മെഷറബിൾ ക്വാണ്ടിറ്റീസ് ആർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഇങ്ങനെ മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്, ഭൗതിക അളവുകൾ. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഇൻ ഡെയിലി ലൈഫ്. ഒബ്സർവ് ദ ഫോളോയിങ് സിറ്റുവേഷൻസ് ഇൻ അവർ ലൈഫ്. ഫൈൻഡ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഇൻ ഈച്ച് ഓഫ് ദം. നമ്മുടെ ഡെയിലി ലൈഫിൽ പല സിറ്റുവേഷൻസിലും നമുക്ക് മെഷർമെൻ്റ് ആവശ്യമുണ്ട്. അങ്ങനെ മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസ് ആണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അപ്പോൾ താഴെ ടേബിളിൽ കുറച്ച് സിറ്റുവേഷൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോ സിറ്റുവേഷനിലുമുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഫസ്റ്റ് വൺ, മെഷറിംഗ് ദ ഡെപ്ത് ഓഫ് എ പിറ്റ്. പിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കുഴിയുടെ ഡെപ്ത് നമുക്ക് അളക്കണം. അപ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏതാണ്? ലെങ്ത്. നമ്മൾ ആ പിറ്റിൻ്റെ ലെങ്ത് ആണ് അളക്കുന്നത്. സോ ഹിയർ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് length. Then measuring the weight of vegetables. Look at this picture. Measuring the weight of vegetables. Vegetables ഒക്കെ വാങ്ങുമ്പോൾ നമുക്ക് വെയിറ്റ് നോക്കണം. അപ്പോൾ ഇവിടെ ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് യൂസ് ചെയ്യുന്നത്? മാസ്, ഭാരം. മാസ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ടേക്കിംഗ് മെഷർമെൻറ്റ്സ് ബൈ എ ടൈലർ. ഒരു ടൈലർ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ മെഷർമെൻ്റ് എടുക്കണം. അപ്പോൾ ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്? ലെങ്ത്. സോ ടേക്കിംഗ് മെഷർമെൻറ്റ്സ് ബൈ എ ടൈലർ, ഹിയർ വി ആർ യൂസിങ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ലെങ്ത്. നെക്സ്റ്റ് വൺ, യൂസിങ് എ സ്റ്റോപ്പ് വാച്ച് ഇൻ എ റേസ്. ഇപ്പോൾ ഒരു റേസിൽ, ഒരു ഓട്ട മത്സരത്തിൽ സ്റ്റോപ്പ് വാച്ച് യൂസ് ചെയ്യുന്നു. അവിടെ ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? അവിടെ യൂസ് ചെയ്യുന്നതാണ് ടൈം. സോ യൂസിങ് എ സ്റ്റോപ്പ് വാച്ച് ഇൻ എ റേസ്, ഹിയർ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് ടൈം. നെക്സ്റ്റ് വൺ, മെഷറിംഗ് ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ രക്തസമ്മർദ്ദം അളക്കുന്നതിന് നമ്മൾ ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് യൂസ് ചെയ്യുന്നത്? പ്രഷർ. നെക്സ്റ്റ് വൺ, മെഷറിംഗ് ബോഡി ഹീറ്റ്. നമ്മുടെ ബോഡിയിലെ ടെമ്പറേച്ചർ മെഷർ ചെയ്യണം. ഇവിടെ യൂസ് ചെയ്യുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏതാണ്? ടെമ്പറേച്ചർ. സോ മെഷറിംഗ് ബോഡി ഹീറ്റ്, ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് ടെമ്പറേച്ചർ. ഇൻ ഓൾ ദ എബവ് സിറ്റുവേഷൻസ്, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഹെൽപ്പ് സോൾവ് ദ പ്രാക്ടിക്കൽ പ്രോബ്ലം സ്യൂട്ടബ്ലി. അപ്പോൾ ഈ സിറ്റുവേഷൻസിൽ നിന്നൊക്കെ എന്താ മനസ്സിലായത്? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമ്മുടെ പല പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഫൈൻഡ് ആൻഡ് റൈറ്റ് മോർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ദാറ്റ് യു ആർ ഫെമിലിയർ വിത്ത്. നിങ്ങൾക്കറിയാവുന്ന വേറെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഇവിടെ എഴുതുക. വി ക്യാൻ റൈറ്റ് സ്പീഡ് ഓഫ് എ കാർ. ഇപ്പോൾ ഒരു കാറിൻ്റെ സ്പീഡ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്. നെക്സ്റ്റ്, വോളിയം. എമൗണ്ട് ഓഫ് വാട്ടർ ഇൻ എ ബോട്ടിൽ. വോളിയം നമുക്ക്
മെഷർ ചെയ്യാം. അതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. ക്യാൻ ഓൾ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ബി മെഷേർഡ് ഡയറക്ട്ലി? നമുക്ക് എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസും ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റുമോ? ഇൻ സിറ്റുവേഷൻസ് വേർ ഡയറക്റ്റ് മെഷർമെന്റ് ഈസ് നോട്ട് പോസിബിൾ, ക്യാൻ യു റൈറ്റ് ദം വിത്ത് റെഫറൻസ് ടു അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്? എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസും നമുക്ക് നേരിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല. ബട്ട് വി ക്യാൻ റൈറ്റ് ദം വിത്ത് റെഫറൻസ് ടു അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. മറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസുമായിട്ട് റെഫർ ചെയ്ത് നമുക്കത് എഴുതാൻ പറ്റും. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. There are many physical quantities. Among them, length, mass, time, electric current, temperature, amount of substance, and luminous intensity. They are called fundamental quantities. അതായത് നമുക്ക് കുറേ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. അതിൽ ചില ക്വാണ്ടിറ്റീസ്, അതായത് ലെങ്ത് എന്ന് പറഞ്ഞാൽ നീളം, മാസ് ഭാരം, ടൈം സമയം, ഇലക്ട്രിക് കറണ്ട് വൈദ്യുത പ്രവാഹം, ടെമ്പറേച്ചർ താപനില, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് പദാർത്ഥത്തിൻ്റെ അളവ്, ആൻഡ് ലൂമിനസ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ പ്രകാശ തീവ്രത. ഇവയൊക്കെയാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്, അടിസ്ഥാന അളവുകൾ, ഫണ്ടമെന്റൽ quantities. All other quantities can be expressed in terms of these fundamental quantities. ഇനി മറ്റ് ക്വാണ്ടിറ്റീസ് എല്ലാം നമുക്ക് ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ ടേംസിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇഫ് സോ, വാട്ട് ഈസ് എ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി? അപ്പോൾ എന്താണ് ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആർ ക്വാണ്ടിറ്റീസ് that exist independently and cannot be expressed in terms of other quantities. Fundamental quantities are quantities that exist independently. അവർ പരസ്പര ബന്ധമില്ലാതെയാണ് നിലനിൽക്കുന്നത്. They exist independently and cannot be expressed in terms of other quantities. മറ്റ് അളവുകൾ ഉപയോഗിച്ച് നമുക്ക് ഇതിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. മറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ ആശ്രയിക്കാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്വതന്ത്രമായി നിൽക്കുന്ന അളവുകളെയാണ് നമ്മൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആർ ക്വാണ്ടിറ്റീസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി ആൻഡ് കനോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് അതർ ക്വാണ്ടിറ്റീസ്. ഫോർ എക്സാമ്പിൾ, ലെങ്ത് ഈസ് എ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി, ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയാണ്. വി കനോട്ട് എക്സ്പ്രസ് ലെങ്ത് യൂസിങ് മാസ് ഓർ ടൈം. നമുക്ക് ലെങ്ത്തിനെ മാസ് അല്ലെങ്കിൽ ടൈം വെച്ച് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. സോ ലെങ്ത് ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയാണ്. അതുപോലെ മാസ് ഒരു ബേസിക് ക്വാണ്ടിറ്റിയാണ്, ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയാണ്. വി കനോട്ട് എക്സ്പ്രസ് മാസ് യൂസിങ് ലെങ്ത് ഓർ ടെമ്പറേച്ചർ ഓർ സം അതർ തിങ്സ്. അതായത് മാസും ഒരു ബേസിക് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയാണ്. നമുക്ക് ഇത് വേറെ ക്വാണ്ടിറ്റീസ് വെച്ച് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. ലെങ്തോ ടെമ്പറേച്ചറോ ഒന്നും വെച്ച് മാസ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. സോ മാസും ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയാണ്. അത് എക്സിസ്റ്റ് ചെയ്യുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ്. ഇറ്റ് കനോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് അതർ ക്വാണ്ടിറ്റീസ്. ഫൈൻഡ് ഔട്ട് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് മെൻഷൻഡ് ഇൻ ദ ടേബിൾ 1.1 ആൻഡ് ലിസ്റ്റ് ദം ബിലോ. നമ്മൾ നേരത്തെ ഒരു ടേബിൾ കണ്ടില്ലേ, അതിലെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഒക്കെ ലിസ്റ്റ് ചെയ്യാൻ. ലെങ്ത്, നമ്മൾ പിറ്റിൻ്റെ ഡെപ്ത് മെഷർ ചെയ്യാൻ എന്താണ് യൂസ് ചെയ്തത്? ലെങ്ത്. ദെൻ ടൈം, യൂസിങ് എ സ്റ്റോപ്പ് വാച്ച് ഇൻ എ റേസ്. നമ്മൾ റേസിൽ സ്റ്റോപ്പ് വാച്ച് യൂസ് ചെയ്തപ്പോൾ അവിടെയുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്തായിരുന്നു? ടൈം. ദെൻ ടെമ്പറേച്ചർ, ടു മെഷർ ദ ബോഡി ഹീറ്റ്. അവിടെ ഏതാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി? ടെമ്പറേച്ചർ. ദെൻ മാസ്, മെഷറിങ് ദ വെയിറ്റ് ഓഫ് വെജിറ്റബിൾസ്. അവിടെ ഏതാണ് യൂസ് ചെയ്തത്? ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്? മാസ്. ഇൻ അവർ ഡെയിലി ലൈഫ് ഡു വി യൂസ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഓൺലി? ഇനി നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് മാത്രമാണോ യൂസ് ചെയ്യുന്നത്? ലുക്ക് അറ്റ് ദി പിക്ചേഴ്സ്. വാട്ട് ആർ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഇൻ ദീസ് സിറ്റുവേഷൻസ്? ഈ സിറ്റുവേഷൻസിലൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ നോക്കൂ. ഫസ്റ്റ് വൺ ഈസ് ഏരിയ. നമുക്കൊരു വോള് പെയിൻറ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ എന്ന് പറയുന്നത് എന്താ? ലെങ്ത് ഇൻറ്റു വിഡ്ത്ത്. ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആണ് ലെങ്ത് ഇൻറ്റു വിഡ്ത്ത്. ഇനി നെക്സ്റ്റ് കേസസ് നോക്കൂ. ഇവിടെ വാട്ടർ അല്ലെങ്കിൽ മെഡിസിൻ മെഷർ ചെയ്യാണ്. അപ്പോൾ ഇവിടെയുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏതാണ്? വോളിയം. സോ മെഷർമെൻറ്റ് ഓഫ് മെഡിസിൻ ഓർ ലിക്വിഡ്, അവിടെ യൂസ് ചെയ്യുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് വോളിയം.
Record how each of them is found out and complete the table appropriately. Situation for painting the wall. നമുക്ക് wall പെയിന്റ് ചെയ്യണം. അവിടെ ഏതാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി? ഏരിയ. ആ വോളിന്റെ ഏരിയ കണ്ടുപിടിച്ചാലാണ് എന്തോരം പെയിന്റ് വേണമെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. സോ ഏരിയ, ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് ഏരിയ. മെത്തേഡ് ഓഫ് ഫൈൻഡിങ്. ഹൗ ഡു യു ഫൈൻഡ് ഏരിയ? ഏരിയ ഈസ് ലെങ്ത് ഇൻറ്റു വിഡ്ത്ത്. ഒരു റെക്ടാങ്കുലർ വോൾ ആണെങ്കിൽ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു വിഡ്ത്ത്. നെക്സ്റ്റ് വൺ, മെഷർമെന്റ് ഓഫ് മെഡിസിൻ ഓർ ലിക്വിഡ്. When measuring medicine or liquid, we find the volume. ഇവിടെ ഫിസിക്കൽ ക്വാണ്ടിറ്റി വോളിയം ആണ്. വോളിയം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? Circumference of the measuring jar into height. So volume is equal to circumference of the measuring jar into height. Which are the quantities used here to find area and volume? അപ്പോൾ ഏരിയയും വോളിയൊക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് ഏതൊക്കെ ക്വാണ്ടിറ്റീസ് വേണ്ടി വന്നു? ലെങ്ത്, വിഡ്ത്ത്, ഹൈറ്റ്. All of them are distances between two positions, aren't they? ഇവയെല്ലാം രണ്ട് പൊസിഷൻസ്, അതിനിടയിലുള്ള ഡിസ്റ്റൻസ് അല്ലേ? The distance between two positions represent a physical quantity called length. So രണ്ട് പൊസിഷൻസ്, സേ എ ആൻഡ് ബി, ഈ രണ്ട് പൊസിഷൻസിന് ഇടയിലുള്ള ഡിസ്റ്റൻസ്, അതിനാണ് എന്തെന്ന് പറയുന്നത്? ലെങ്ത് എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ ലെങ്ത്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പൊസിഷൻസ് റെപ്രസെൻറ്റ്സ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി കോൾഡ് ലെങ്ത്. ഫോർ എക്സാമ്പിൾ, ലെങ്ത് ഓഫ് എ ടേബിൾ, ഹൈറ്റ് ഓഫ് എ റൂം. വി ഹാവ് യൂസ്ഡ് ദ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഓഫ് ലെങ്ത് ടു ഫൈൻഡ് ദ ക്വാണ്ടിറ്റീസ് ഓഫ് ഏരിയ ആൻഡ് വോളിയം. ഏരിയ, വോളിയം എന്നീ ക്വാണ്ടിറ്റീസ് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ ഏത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയാണ് യൂസ് ചെയ്തത്? ലെങ്ത്. Such quantities that can be found out using fundamental quantities are called derived quantities. അപ്പോൾ നമുക്ക് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസ് ആണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. They can be expressed in terms of fundamental quantities. So what is a derived quantity? Quantities that can be expressed in terms of fundamental quantities, they are called derived quantities. നമുക്ക് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസിനെയാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ച് കണ്ടെത്താൻ കഴിയുന്ന അളവുകളെയാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഏരിയ. ഏരിയ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഫ്രം ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ആണ്. അപ്പം നമുക്ക് ലെങ്ത്തും വിഡ്ത്ത് പറഞ്ഞാലേ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഏരിയ നമുക്ക് ഡയറക്റ്റ്ലി മെഷർ ചെയ്യാൻ പറ്റില്ല. അതാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. സീ ഹൗ ദ മാസ് ഈസ് മാർക്ക്ഡ് ഓൺ എ ഗ്യാസ് സിലിണ്ടർ. ഇവിടെ ഒരു ഗ്യാസ് സിലിണ്ടർ ഉണ്ട്. അതിൻ്റെ മാസ് എങ്ങനെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്? മാസ് മാർക്ക്ഡ് ഓൺ ദ സിലിണ്ടർ ഈസ് ഈക്വൽ ടു ഡാഷ് കിലോഗ്രാം. സി ഹിയർ ഇറ്റ് ഈസ് 14.2 kilogram. Here the physical quantity of mass is indicated using a numerical value, that is 14.2 magnitude, and a unit, that is kilogram. അപ്പം മാസ് എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ലേ? ഈ മാസ് എങ്ങനെയാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്? See this picture, 14.2 kilogram. അപ്പോൾ 14.2 ഒരു ന്യൂമറിക്കൽ വാല്യൂ ആണ്. 14.2 അതിനാണ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ആ ന്യൂമറിക്കൽ വാല്യൂ, ദാറ്റ് ഈസ് മാഗ്നിറ്റ്യൂഡ്. പിന്നെ എന്താണുള്ളത് അതിൻ്റെ കൂടെ? കെ ജി. കിലോഗ്രാം. കെ ജി അത് അതിൻ്റെ യൂണിറ്റ് ആണ്. അപ്പോൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ ഒരു ന്യൂമറിക്കൽ വാല്യൂവും വേണം, ഒരു യൂണിറ്റും വേണം. ആ ന്യൂമറിക്കൽ വാല്യൂ ആണ് മാഗ്നിറ്റ്യൂഡ്. പിന്നെ യൂണിറ്റ്, ഹിയർ മാസിൻ്റെ യൂണിറ്റ് എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? കിലോഗ്രാം. So in 14.2 kg, 14.2 is the numerical value or magnitude, and kg, kilogram, is the unit. Similarly, complete the table with the physical quantities shown in the pictures below along with their numerical values and units. നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യണം. അതിൽ ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റിയും നമ്മൾ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യണം? അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂവും അതിൻ്റെ യൂണിറ്റും എഴുതണം. ഫസ്റ്റ് പിക്ചർ നോക്കൂ. ഇവിടെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാണ്. സോ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് ടെമ്പറേച്ചർ. ഇവിടെ ഈ തെർമോമീറ്ററിൽ നോക്കൂ, എത്രയാണ് അവിടെ വാല്യൂ കാണിക്കുന്നത്? 37.8. സോ ന്യൂമറിക്കൽ വാല്യൂ ഈസ് 37.8.
യൂണിറ്റ് ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ് സെൽഷ്യസ്. So mode of marking measurements 37.8 degrees Celsius. So physical quantity temperature is represented as 37.8 degrees Celsius. Next one. ഇവിടെ ഏതാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി? ഹൈറ്റ് ചെക്ക് ചെയ്യാണ്. ഹിയർ വാല്യൂ ഈസ് അറൌണ്ട് 165. നമുക്ക് അവിടെ റീഡിംഗ് കാണാം. 165. യൂണിറ്റ് ഈസ് സെൻറ്റിമീറ്റർ. 165 സെൻറ്റിമീറ്റർ എന്നാണ് പറയുന്നത്. സോ 165 സെൻറ്റിമീറ്റർ. 165 സെൻറ്റിമീറ്റർ. നെക്സ്റ്റ് വൺ. നെക്സ്റ്റ് പിക്ചർ. ഹിയർ മാസ്. Physical quantity is mass. See here. ഇവിടെ എത്രയാണ് ന്യൂമറിക്കൽ വാല്യൂ? 1 ആണ് ന്യൂമറിക്കൽ വാല്യൂ. യൂണിറ്റ് എന്താണ്? കിലോഗ്രാം. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 1 കിലോഗ്രാം, 1 kg എന്ന് എഴുതാം. What can be understood from the table above? A physical quantity is expressed by a number indicating its value followed by its unit. സോ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് അതിൻ്റെ നമ്പറും യൂണിറ്റും ചേർത്ത് എഴുതണം. നമ്പറാണ് അതിൻ്റെ വാല്യൂ. നമ്പറിന് ശേഷം നമ്മൾ അതിൻ്റെ യൂണിറ്റ് എഴുതണം. ഫോർ എക്സാമ്പിൾ, ലെങ്ത് ആണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. സപ്പോസ് ലെങ്ത് ഈക്വൽ ടു 5 ആണെങ്കിൽ നമ്മൾ 5 മീറ്റർ എന്ന് എഴുതണം. 5 ആണ് അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ്. മീറ്റർ എന്നുള്ളത് എന്താണ്? അതിൻ്റെ യൂണിറ്റ് ആണ്. സോ 5 മീറ്റർ. സോ നമ്മളിന്ന് പഠിച്ചത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസുമാണ്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡിപെൻഡൻ്റ് ആണ്. ദേ കനോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് അതർ ക്വാണ്ടിറ്റീസ്. ഫോർ എക്സാമ്പിൾ, ലെങ്ത്, മാസ്, ടൈം, ടെമ്പറേച്ചർ, ഇതൊക്കെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആണ്. ഇനി ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്, they are quantities that can be expressed in terms of other fundamental quantities. For example, area, volume, speed, density. All these are derived quantities. Fundamental quantities ഉപയോഗിച്ച് കണ്ടെത്താൻ കഴിയുന്ന അളവുകളെയാണ് derived quantities എന്ന് പറയുന്നത്. Thank you for watching. If you found this class helpful, please like the video, share it with your friends, and subscribe to the channel for more classes. So see you in the next class. Thank you.